ഹായ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് 2 വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ഏജൻസികളെ കണ്ടെത്താമെന്നും അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വിസ പ്രോസസ്സിങ്ങിന്റെ സമയത്ത് നോക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ആ ഒരു വീഡിയോയ്ക്ക് ശേഷം എനിക്ക് ഒരുപാട് പേര് മെസ്സേജും ഇവരെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടുള്ളത്, അതായത് ഇവരുടെ രജിസ്ട്രേഷൻ ചോദിച്ചതും, അങ്ങനെ ചില ആളുകൾ ഈ രജിസ്ട്രേഷൻ കിട്ടാതെ ആയി കഴിഞ്ഞപ്പോൾ അവർ പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്തത്, അങ്ങനെ കുറെ ആളുകൾ, അതായത് ഒരു 10-30 പേരോളം മെസ്സേജ് അയച്ചു. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, കാരണം ആളുകൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. എന്നാലും അതായത് കുറച്ച് ആളുകളുണ്ട് ഇതുപോലെ തന്നെ ഇപ്പോഴും എന്താ പറയാ, ഒരാളെ വിശ്വസിച്ച് കാശ് കൊടുക്കാൻ ഞാൻ അറിയുന്ന ആൾക്കാരാണ്, ഞാൻ കാശ് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നുള്ളത്. അതിലുള്ള ആൻസർ ഞാൻ എപ്പോഴും പറയുന്നത് ഇത്രേ ഉള്ളൂ: നിങ്ങളുടെ കാശാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് തരാനുള്ള എല്ലാ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾ അറിയുന്ന ആളാണെങ്കിലും അറിയുന്ന ഏജൻസി ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം പ്രത്യേകിച്ച് മുടക്കമുള്ള ഒരു കാര്യമില്ലല്ലോ. നമ്മൾ ആ വീഡിയോ പറഞ്ഞിരിക്കുന്ന പോലെ അവരുടെ രജിസ്ട്രേഷൻ നമ്പറും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും, അവരുടെ ജെനുവിനിറ്റിയും അവർ വഴി പോയ ആൾക്കാരുടെ ഡീറ്റെയിൽസും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴും പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്, അതായത് ഈ അൺസ്കിൽഡ് നഴ്സിംഗ് ജോബുകൾ, അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ഈ പ്രൈവറ്റ് ഏജൻസീസ് മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റ്, അതായത് ഇപ്പൊ കേരള ഗവൺമെന്റ് ആവട്ടെ, ഇന്ത്യ ഗവൺമെന്റ് ആവട്ടെ, അവരുടെ ഹെൽപ്പോട് കൂടി തന്നെ നമുക്ക് യാതൊരു ചെലവും ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള അവസരങ്ങളുണ്ട്. അതായത് നമ്മുടെ ഗവൺമെന്റ് അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറൊരു രാജ്യത്തെ ഒരു ഗവൺമെന്റിലേക്കോ അല്ലെങ്കിൽ വേറെ പ്രൈവറ്റിലേക്കോ അവർക്ക് വേണ്ടിയുള്ള ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഒരു 50 നഴ്സുമാർ അവർക്ക് ആവശ്യമുണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക്. നമ്മുടെ ഗവൺമെന്റുമായിട്ട് ചേർന്ന് എങ്ങനെയാണ് അവർ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, നിങ്ങൾ അങ്ങനെയുള്ള പ്രോസസ്സിങ്ങിൽ എവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. സോ ഈ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്ത് ഒരു ജർമ്മനി നമുക്ക് കൺസിഡർ ചെയ്യാം. ജർമ്മനിയിലെ അവിടുത്തെ ഒരു എംപ്ലോയ്മെന്റ് ഏജൻസീസും, അതായത് അവിടുത്തെ ഗവൺമെന്റ് എംപ്ലോയി ഏജൻസീസും നമ്മുടെ കേരള ഗവൺമെന്റും അതുപോലെ തന്നെ അവിടെ ഹെൽത്ത് സെക്ടറും ഇവരെല്ലാം കമ്പൈൻ ചെയ്തിട്ടായിരിക്കും യൂഷ്വലി ഈ പറഞ്ഞ എന്താ പറയുക ജോബ് റിക്രൂട്ട്മെന്റ് നടക്കാറ്. അതായത് അവിടെയുള്ളൊരു വേക്കൻസി അവരുടെ ഗവൺമെന്റ് വഴി തന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇവരുടെ, അതായത് ഈ പറഞ്ഞ ഞാൻ പറയാൻ പോകുന്ന 2 വെബ്സൈറ്റിൽ കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ ഗവൺമെന്റിന്റെ, അതായത് നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ച് ഇന്റർവ്യൂ നടത്തി നമ്മളത് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ആ ജോബിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റും കാര്യങ്ങൾക്കും വേണ്ടി, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലാംഗ്വേജ് പഠിപ്പിക്കണമെങ്കിൽ അവരുടെ ചെലവിൽ നമുക്ക് ലാംഗ്വേജ് പഠിച്ച് അങ്ങനെ ഫുൾ കോസ്റ്റ് ഈ പറഞ്ഞ ജർമ്മൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജർമ്മൻ എംപ്ലോയ്മെന്റ് ആണ് അവരെടുത്ത് നമ്മളെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഈ ബെൽജിയം ഏത് രാജ്യമായിക്കോട്ടെ അവർ ഫുൾ കോസ്റ്റ് അതിൽ കവർ ആവുന്നു. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ ഈ പ്രോസസ്സ് നടക്കുന്ന മൊത്തം ഫ്രീ ആയിട്ടാണ്, ഗവൺമെന്റ് വഴിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക ക്രൈറ്റീരിയാസ് ഒക്കെ ഈസി ആയിരിക്കും, പക്ഷേ എങ്കിലും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ കടന്നു പോകാനുണ്ട്. നമുക്ക് കോമ്പറ്റീഷൻസ് ഉണ്ടാവാം, പക്ഷേ എങ്കിലും ഇത് അത്ര വലിയ പാടുള്ള ഒരു കാര്യമല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ട്രസ്റ്റഡ് ആണ്, അതായത് നമ്മുടെ ഗവൺമെന്റ് വഴിയുള്ളതാണ്. നമുക്ക് വേറെ അഡീഷണൽ എക്സ്പെൻസസോ കാര്യങ്ങളൊന്നും വരുന്നില്ല, നമ്മൾ വേറെ സ്കാമിലൊന്നും വിടുന്നില്ല. സോ ടൈം എടുത്താൽ പോലും, അതായത് മെജോറിറ്റി ഉള്ള നമ്മുടെ ചാനൽ കാണുന്ന ആളുകളെല്ലാവരും എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അബ്രോഡ് ജോലിക്ക് നോക്കുന്നവരാണ്. ഞാൻ കമന്റ് ബോക്സിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അതിൽ നഴ്സുമാരുണ്ട്, നഴ്സുമാർ ബെൽജിയത്തിലേക്കും അവിടെ ഇവിടെയൊക്കെ നോക്കുന്ന ആളുകളുണ്ട്, അതുപോലെ പല പ്രൊഫഷണലുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം അബ്രോഡ് പോവുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് ഒന്നല്ലെങ്കിൽ ഏജൻസി ആയിട്ട് ഓൾറെഡി ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു ഏജൻസിയെ മീറ്റ് ചെയ്യാൻ പോകുന്ന അവരായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓപ്ഷനും ഉണ്ട്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട്, നമ്മൾ സ്കിൽഡ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫൈഡ് ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രീ വേയിലും കൂടി അബ്രോഡ് പോകാം എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് എന്നറിയിക്കലാണ്. സ്റ്റാർട്ടിങ് വിത്ത് നോർക്ക റൂട്ട്സ്. നോർക്ക റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള സർവീസാണ്. മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നത്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊന്നുമില്ല, കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ പെൻഷൻ അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസ് മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ ഇതിന്റെ ബാക്ക് എൻഡ് സ്റ്റോറികളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് താഴെ കാണുന്ന വെബ്സൈറ്റിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയേണ്ട കാര്യം എന്നുള്ള സ്കിൽഡ് ആയിട്ടുള്ള, അതായത് നഴ്സിംഗ് പ്രൊഫഷണൽ ഉള്ളവർക്കുള്ള ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന്റെ പറയുന്ന പേരാണ് ട്രിപ്പിൾ വിൻ പ്രോഗ്രാം എന്ന് പറയും.
അതായത് നമ്മുടെ കേരള ഗവൺമെന്റ്, ജർമ്മൻ എംപ്ലോയ്മെന്റ് ഫെഡറേഷൻ, പിന്നെ അതുപോലെ തന്നെ GIZ, ഈ 3 പേരും ചേർന്നിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം. അതായത് ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് യൂഷ്വലി ഇയർലി 2 times ആണ് നടക്കുന്നത്. ഇതിൽ സെലക്റ്റഡ് ആവുന്ന നഴ്സുമാർക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് അവർക്ക് നമ്മുടെ നാട്ടിൽ നിന്നും നേരെ ജർമ്മൻ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിലേക്കുള്ള വിവിധ പാലിയേറ്റീവ് കെയറിലേക്കോ മുതലായ സ്ഥലത്തേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്താ പറയാ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഒരു പ്രോസസ്സ് ഇയർലി റിക്രൂട്ട്മെന്റ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 times ആണ്. അതായത് എവറി 6 months റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ അടുത്ത റിക്രൂട്ട്മെന്റ് പ്രോബബ്ലി വരാൻ ചാൻസ് ഉള്ളത് ജൂലൈ മന്തിലായിരിക്കും വരാൻ. ജൂലൈ 6, 10 ആ ഒരു ടൈമിലായിരിക്കും വരുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോർക്ക റൂട്ട്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക. അപ്പൊ നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഇത് ആരൊക്കെയാണ് ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് കഴിഞ്ഞ ആളുകൾക്ക് പ്രത്യേകിച്ച് യാതൊരു എക്സ്പീരിയൻസും വേണ്ട. അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതുപോലെ ANM നഴ്സിംഗ് കഴിഞ്ഞവർക്കാണെങ്കിൽ 3 years എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. വൺസ് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗവൺമെന്റ് ചെലവില്, ജർമ്മൻ ഗവൺമെന്റ് ചെലവില് നിങ്ങൾക്ക് ഗോയിത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള അവസരം അവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. A1 മുതൽ B1 വരെയാണ് നമുക്ക് നാട്ടിൽ നിന്നും പഠിക്കേണ്ടത്. അത് കഴിഞ്ഞ് വൺസ് അവിടുത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജർമ്മനിയിൽ വന്നിട്ട് B2 ലെവലും കൂടി നമ്മൾ പാസ്സാകേണ്ടതുണ്ട്. സോ ഇത് നഴ്സിംഗ് ഞാൻ ഫോക്കസ് ചെയ്ത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമന്റ്സ് താഴെ നമ്മുടെ വീഡിയോയുടെ അണ്ടറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. നഴ്സിംഗ് മാത്രമല്ല, അൺസ്കിൽഡ് ആയിട്ടുള്ളതും ടീച്ചർ പ്രൊഫഷണൽ ഉള്ളവർക്കും എല്ലാവർക്കും, അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലോകത്തിന്റെ പല ഭാഗത്തേക്കും നിങ്ങൾക്ക് ഈ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ കാണാൻ പറ്റുന്നതാണ്. അതായത് മാൾട്ടയിലേക്ക് ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. അങ്ങനെ പല വേക്കൻസീസും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഇനി അടുത്തൊരു ഏജൻസി എന്ന് പറഞ്ഞാൽ ഒഡേപെക് ആണ്. ഒഡേപെക് എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണ്. ഇതും ഫ്രീ ആയിട്ട് നമ്മളെ അബ്രോഡ് ജോബിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതില് ഒഡേപെക്കിലെ ഇതെന്ന് പറഞ്ഞാലും സെയിം നമുക്ക് നഴ്സിംഗ് അങ്ങനെ ഒരു എക്സാമ്പിൾ ആക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വെബ്സൈറ്റിൽ നമുക്ക് ജസ്റ്റ് ഇപ്പൊ, അതായത് ഞാൻ ഇന്ന് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ അതിൽ NHSലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെൽജിയത്തിലേക്ക് നഴ്സിംഗ് വേക്കൻസീസ് വരുന്നുണ്ട്. മാർച്ച് അല്ല, മെയ് 5 എന്തോ ആണ് അതിന്റെ ലാസ്റ്റ് ഡ്യൂ ഡേറ്റ്. സോ നഴ്സിംഗ് പ്രോഗ്രാം നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ബേസിൽ നിങ്ങൾക്ക് അതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നോർക്ക റൂട്ട്സ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒഡേപെക്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇതിന്റെ രജിസ്ട്രേഷൻ ഫീ വരുന്നത് 600 rupees ആണ്. സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിലും കുറവാണ്. അതുപോലെ തന്നെ ഇത് 2 years കഴിയുമ്പോൾ റിന്യൂ ചെയ്യണം. റിന്യൂവൽ ഫീ വരുന്നത് 120 രൂപയാണ് മറ്റേ സ്കിൽഡ് ആയിട്ടുള്ളവർക്ക്. അൺസ്കിൽഡ് ആയിട്ടുള്ളവർക്ക് 70 രൂപയാണ് വരുന്നത്. സോ വൺസ് ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ, അതായത് നോർക്ക റൂട്ട്സിൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവരും ഇതേപോലെ തന്നെ ഡിഫറെന്റ് രാജ്യങ്ങളിലുള്ള എംപ്ലോയ്മെന്റ് ഏജൻസീസുമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് സെയിം പ്രൊസീജിയർ തന്നെ. പക്ഷെ ഇവിടെ ഒഡേപെക്കില് ചില ജോബുകൾക്ക് നമ്മളൊരു 35,000 ഇവർ ടോട്ടൽ ചാർജ് ആയിട്ട് വാങ്ങുന്നതാണ്. പക്ഷെ മെജോറിറ്റി 99% ജോബുകൾക്കും ചാർജ് ഈടാക്കുന്നില്ല. പക്ഷെ ചില ജോലികൾക്ക് ഇവര് മേ ബി ഈടാക്കുന്നുണ്ട്. അതും മാക്സിമം ഇവർ ചാർജ് ചെയ്യുന്നത് 35,000 ആണ്, ഇൻക്ലൂഡിങ് ഓൾ ടാക്സും എല്ലാം കൂടിയും കൂട്ടിയിട്ട്. സോ ഈ 2 വെബ്സൈറ്റിൽ നമുക്ക് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് മെഡിക്കൽ ആവട്ടെ, വേറെ ഏതെങ്കിലും ടീച്ചർ പ്രൊഫഷൻ ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ ആവട്ടെ, സ്കിൽഡ് ആവട്ടെ അൺസ്കിൽഡ് ആവട്ടെ, നമുക്ക് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസിനകത്ത് കാണാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിടുക. അതായത് പ്യൂർലി ഇത് കംപ്ലീറ്റ്ലി ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ആണ്. നമുക്ക് 1 രൂപ പോലും അഡീഷണൽ എക്സ്പെൻസസ് വരുന്നില്ല. നമ്മൾ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഏജൻസിക്ക് നമ്മൾ 5-10 ലക്ഷം രൂപ കൊടുക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് നമ്മൾ സേഫ് ആണ്. അതായത് മെജോറിറ്റി ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും പുറത്തുള്ള ജോബാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യുക. സോ ഇത്രയൊക്കെയാണ് ഇത് പറയാനുള്ളത്. ഇനി ഈ പറഞ്ഞ നോർക്ക റൂട്ട്സിനാണെങ്കിലും ഒഡേപെക്കിനെ ആണെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇതെല്ലാം ഒരു ബേസിക് കാര്യങ്ങളാണ്. നമുക്കത് ഇപ്പൊ സാധാരണ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ. ഇതൊക്കെയാണ് ഈ ഒരു ഗവൺമെന്റ് ഏജൻസീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വർക്ക് പെർമിറ്റുകളെ കുറിച്ച്, അതായത് വർക്ക് പെർമിറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ കൈ കിട്ടിയത്, വർക്ക് പെർമിറ്റുകൾ ജെനുവിൻ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇങ്ങനെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഫിൻലാൻഡിലെ നാഷണൽ ഡി വിസ, ഇതിനകത്തുള്ള റിയാലിറ്റി,
ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.